ഇന്ത്യൻ ജയിൽസ് വേർ മണി ഓപ്പൺ സ്റ്റോർ. വായിച്ചില്ലേ? ഈ ജയിലിന്റെ വാതിൽ തുറക്കാൻ പണം വേണം. എന്റെ ജീവചരിത്രം തന്റെ നക്കാപ്പിച്ച പത്രത്തിൽ വന്നാൽ അത് കിട്ടില്ല. സാർ, സാറിനെ കാണാൻ വക്കീൽ വന്നിരിക്കുന്നു. എടോ, ഇവൻ ആ കുട്ടനെ കാണിച്ചു കൊടുക്കും. വരൂ. ഏതാ കൂട്ടൻ? കള്ളൻകുട്ടൻ. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഇന്നോ നാളെ വിടും. ആ, ഇതാ പുള്ളി. ഇതിനകത്ത് കാണേണ്ടവരെ വേണ്ടതുപോലെ കണ്ട് എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇനി അത് പോരാതെ വരികയാണെങ്കിൽ ലിക്കറോ ഫുഡോ എന്താ എന്നെ ഇവിടെ സ്ഥിരമായി താമസിപ്പിക്കാനാണോ ഉദ്ദേശം? എടോ വക്കീലേ, ഒരു കൊലക്കേസിനെ ഞാൻ ഒഴിവായിട്ടുള്ളൂ. വേറെയും കിടക്കുന്നു, ബോംബെയിലും തിരുവനന്തപുരത്തും കാസർഗോട്ടും ഒക്കെ. പിന്നെ എനിക്കറിയാം. അറിയില്ല എന്നെ ഇവിടുന്ന് എപ്പോഴാ മാറ്റുന്നത്. അതിനിടയ്ക്ക് ഞാനിവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ കഴുത്തിന് കയറ് വീഴും. എല്ലാം ശരിപ്പെടുത്താവുന്നേ. ഇല്ലെങ്കിൽ എന്നെ ഇവിടെ വരുത്തിച്ച യോഗ്യന്മാരെ ഞാൻ ഇവിടെ വരുത്തും. വിസിറ്റേഴ്സ് ആയിട്ടല്ല, തടവുകാരായിട്ട്. അതിനു വേണ്ട തെളിവുകൾ എന്തെങ്കിലും ഉണ്ട്? അതൊക്കെ സൂപ്രണ്ട് മറ്റും അപ്പുറത്തുണ്ട്. അവന്മാരെ കൊണ്ട് എന്റെ വായടപ്പിക്കാൻ നോക്കുകയാണ്. അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയാം. എന്റെ ശവം ചൂടാറും മുമ്പ് എല്ലാ തെളിവുകളും എത്തേണ്ടിടത്തെത്തും. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. സിമന്റ് കച്ചവടത്തിന്റെ മാത്രമല്ല, അവന്മാർ ചെയ്തിട്ടുള്ള പൊന്നും വെള്ളിയും സ്പിരിറ്റും ഡ്രഗ്സും. അങ്ങനെയൊന്നും സംഭവിക്കില്ല സത്യരാജ്, ഞാൻ ഏറ്റു. എങ്കിലും എന്നെ പുറത്തു കിടത്തും, എത്രയും വേഗം. സർക്കിൾ ഇൻസ്പെക്ടർ ബൽറാമിന്റെ മർദ്ദനം തുടരുന്നു. ഫറൂഖ് അഴിഞ്ഞലം ഭാഗത്ത് നിന്നാണ് 25-കാരനായ കുട്ടൻ എന്ന യുവാവിനെ ഈ CI കസ്റ്റഡിയിലെടുത്തത്. വായിക്കണോ? കേൾക്കട്ടെ, എന്നെ പറ്റില്ലേ? അടിച്ചും ഇടിച്ചും കുട്ടനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് ഇത്രേ ഉണ്ടായത്. ഈ ബൽറാമിന് നാട്ടുകാർ നൽകിയ ഓമന പേരാണ്. എന്താ നിർത്തിക്കളഞ്ഞത്? സാർ, ഒരു സംശയം. സാറിന് വായിച്ചാൽ ഇഷ്ടപ്പെടുകയാവോ? ഓമന പേരാണ് കരടി ബാലു എന്ന്. ക്രൂരനായ ഈ മനുഷ്യക്കരടിയുടെ ഇടിയും തൊഴിയും പ്രസിദ്ധമാണ്. കളവ് തെളിയിക്കാൻ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ജീവിച്ച പ്രാകൃത മനുഷ്യരുടെ കാടൻ രീതിയാണ് ഇയാൾ ഇന്നും സ്വീകരിച്ചു വരുന്നത്. ഒരു സ്ത്രീനെ ജയിലിൽ നിന്നവനെ പുറത്ത് ചാരിക്കാനല്ല പ്രയാസം. ഈ നാട്ടിൽ നിന്നവനെ കടത്തിവിടണ്ടേ? കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഓർമ്മയുണ്ടല്ലോ. ഇനിയും താമസിച്ച കുഴപ്പമാണ്. മറ്റു കേസുകളിൽ നിന്ന് സത്യരായനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. ബോംബെക്കോ മറ്റോ കൊണ്ടുപോയാൽ പിന്നെ അപ്പൊ എന്ത് ചെയ്യും വിൻസെന്റ്? അവനെ ഉടനെ ജയിലിൽ നിന്ന് പുറത്ത് ചാടിക്കണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ആലോചിക്കാവുന്നേ. ആദ്യം അത് ആലോചിക്കണം മിസ്റ്റർ. പുറത്തു വന്നാൽ ഉടനെ അവനെ പുറം രാജ്യത്തേക്ക് അയക്കാൻ ഒക്കുമോ? ഷിപ്പിലായാലും പ്ലെയിനിലായാലും സൂക്ഷിച്ചു വേണം ചെയ്യാൻ. പ്രോപ്പറായി പ്ലാൻ ചെയ്യാതെ പറ്റില്ല. അതുവരെ സത്യരാജനെ എവിടെ താമസിപ്പിക്കും? അതെനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞു മാറരുത് മിസ്റ്റർ ജയചന്ദ്രൻ. നമുക്കിടയിൽ വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത്. ആണോ? പോലീസിന്റെ കണ്ണിൽപ്പെടാത്ത ഒരിടം കണ്ടുപിടിക്കും. മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത ഒരു സ്ഥലം. സാർ, ഒരു സംശയം. ഇതിന്റെ കാശ് ഞാൻ കൊടുക്കും. മുഴുവൻ കഴിക്കേ. ഇനി വയ്യ സാർ. എന്നാ എനിക്ക് കാര്യം പറയാം. മിസ്റ്റർ കുട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഇന്നലെ. ഇയാളുടെ വീട്ടിൽ ഇന്നലെ കളവ് നടന്നിരിക്കുന്നു. ഒരു ക്യാമറയും പിന്നത്തെ കളവ് എന്റെ വാച്ചും ടേപ്പ് റെക്കോർഡറും പിന്നെ. അതെ മിസ്റ്റർ കുട്ടൻ, നിങ്ങൾ ഇന്നലെ അവിടെ ജയിലനുഭവം പറയാൻ പോയിരുന്നു. സാർ, പക്ഷെ ഞാനൊന്നും കട്ടില്ല. പൊന്നുകുട്ടാ, സത്യം പറയും. സത്യമാണ് സാർ, എന്താ ഭഗവതിയാണ് സത്യം. ശ്രീനി, ഇതിലും വലിയൊരു സത്യം ഇനി വേറെ ഇല്ല. താൻ പോയി കൈ കഴുകിട്ട് വാ. സാർ, ഇവനാണ് കട്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്കും ഉറപ്പുണ്ട്. അതുപോരല്ലോ, കുട്ടൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ കണ്ടിരിക്കുകയല്ലേ, ഞാൻ അവന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. ചായയും സിഗരറ്റും കൊടുത്ത് സൽക്കരിച്ചു. താണുകയാണ് ചോദിച്ചു, എന്നിട്ടും പറഞ്ഞില്ല. പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട്. പക്ഷേ അതെടുത്താൽ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതില്ലേ തെറി അല്ലോ? സാർ, എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം. പല പല സെന്റിമെന്റ്സ് ഉള്ള. അത് ശരി. കുട്ടൻ വരൂ. കുട്ടൻ ഇന്നലെ മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഏത് സാധനം പറയണം. അത് ആർക്ക് വിറ്റു? ഞാൻ ചത്തുപോകും. പറ, എന്ത് ചെയ്തത്? പഠിക്കാനയച്ചോ? കക്കൂസിന് വലിയൊരു പൈപ്പിൽ വെച്ച് ബാക്കി പാത്തോട്ട് പള്ളിപ്പറമ്പിൽ കുഴിച്ചിട്ട് സാർ. അവിടെ മയ്യത്ത് വെക്കാൻ തന്നെ സ്ഥലമില്ല. അപ്പോഴാണ് നിന്റെ കളവ് മതി. താനം വയ്ക്കോ.
മേലിൽ പോലീസുകാരെ പറ്റി പോക്കിരത്തിന് എഴുതിയ തന്റെ എല്ലിയാൻ ഓടിക്കും. ഇറങ്ങിപ്പോ. നിർമ്മൽ, ആ പുസ്തകം തരൂ. എന്നിട്ട് എഴുതാൻ ടീച്ചർ പറഞ്ഞു തരൂ. കുട്ടി, ഞാൻ പറയുന്ന അനുസരിക്കൂ, ഇല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പോട്ടെ മോളെ, ഒന്ന് അടങ്ങ്. എന്താ താൻ പറഞ്ഞത്? വൃത്തിയോട് കാണിച്ച നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും. You dirty pig. പോലീസ് സ്റ്റേഷൻ ഏത് കോളേജില്? വകുപ്പ് ഏതായാലും റഷീദ് പേടിക്കണ്ട. കേസിന്റെ കാര്യം ഞാൻ ഏറ്റുന്നേ. അതിന് മന്ത്രി ഡൽഹിയിൽ പോയിരിക്കല്ലേ? വരട്ടെ. വേണ്ട വേണ്ട, പുള്ളിക്കാരൻ പ്രൈം മിനിസ്റ്ററെ കണ്ടേച്ച് ഉടനെ തന്നെ ഇങ്ങോട്ട് വിളിക്കും. ഓക്കെ. സിറ്റിയിൽ മിനിഞ്ഞാണ് ചാർജ് എടുത്തു അല്ലേ? തൊട്ടടുത്ത് വീടായിട്ടും ഇതുവരെ നിങ്ങൾ കയറിയില്ലല്ലോ. ആയിരിക്കേ? വേണ്ട. അത് കൊള്ളാം. നിങ്ങളുടെ ഹോം മിനിസ്റ്ററും ഇതുപോലെയാ. ആള് മന്ത്രിയൊക്കെ ആണെങ്കിലും എന്റെ മുമ്പിൽ ഇരിക്കാൻ മടിയാ. അല്ല, കാര്യമുണ്ട്. അവന് രാഷ്ട്രീയത്തിൽ ഇറക്കിയതും പൊക്കിയതും ഒക്കെ ഞാനാ. അതിരിക്കട്ടെ, കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? കാപ്പിയോ ചായയോ അല്ലെങ്കിൽ? ഒന്നും വേണ്ട. അത് പറ്റില്ല. ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നിട്ട്. അത് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ല. പിന്നെ മകനെ കാര്യം വിളിക്ക്, പറയാം. നിമ്മേ, മോനെ നിമ്മേ. നിർമ്മൽ ഹാസൻ എന്നല്ലേ പേര്? അതെ. താൻ എന്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിന്? പരീക്ഷാ ഹാളിൽ കുഴപ്പമുണ്ടാക്കിയില്ലേ, അതിന്. എന്തു കുഴപ്പം? അതൊക്കെ വേണ്ടപ്പെട്ടവർ അന്വേഷിച്ചിട്ടുണ്ട്. കോളേജിൽ നിന്നാണ് ഞങ്ങൾ വരുന്നേ. പടം. തനിക്ക് ഞാൻ ആരാണെന്നറിയോ? അറിയാം. ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ്, ബിസിനസ്സുകാരനാണ്. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പണക്കാരുടെയും ഇടയിൽ സ്വാധീനമുള്ളവനാണ്, ശക്തനാണ്. പിന്നെ സാറിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ അറിയാം. തിരുവനന്തപുരത്തെ പ്രമാണിമാർക്ക് പെണ്ണ് കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കുന്നവൻ, റോയൽ പിം. നീ എന്താ പറഞ്ഞത്? മിസ്റ്റർ വെറുതെ കാണാവുന്ന വർത്തമാനം പറഞ്ഞാൽ എന്റെ ജോലി മുടക്കരുത്. ഇല്ലേ, എന്റെ മോനെ കസ്റ്റഡിയിലെടുക്കാൻ തന്റെ ഒരു അറസ്റ്റ് വാറണ്ടുണ്ടോ? അതൊക്കെ ഉണ്ടാവും. മര്യാദക്ക് ചെറുക്കനെ ഇറക്കിക്കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പറ. ബീച്ച് വഴി വിടാൻ പറ. സാർ, ഒരു സംശയം. എളുപ്പം സ്റ്റേഡിയം വഴിയല്ലേ? താൻ പറഞ്ഞാൽ എഴുതാ മതി. പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്നവൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയല്ലേ? അക്കാപ്പിച്ചയ്ക്ക് സമരിക്കുന്ന തന്നെപ്പോലുള്ള തന്തക്ക് പറക്കാത്ത നേതാക്കന്മാരത് കാണില്ല. ഒരു പാവൻ ടീച്ചറെ ഈ അന്യായം ചേർത്താൽ ശിക്ഷിക്കണോ? ഞാൻ കോപ്പി അടിച്ചതിനല്ല അവൻ എന്നെ. ആവണോ? പാതവത്തിൽ ആരും കൂട്ടം കൂടി നിൽക്കുവാനോ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ മാത്രമല്ല, ജനങ്ങൾ റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി നിൽക്കരുത്. അവിടുത്തെ മാറ്റണം. നിങ്ങളുടെ സുരക്ഷിതത്വമാണ് ഞങ്ങളുടെ സേവന ലക്ഷ്യം. അതിനായി പൂർണ്ണമായി ഞങ്ങൾ സഹകരിക്കുകയാണ്. വാഹനങ്ങളുടെ പ്രത്യേക വാഹനങ്ങൾ പരസ്പരം ആളുകൾ വലത് ഭാഗം കൂടി നടക്കണം. ലോറി 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 അവിടെ മാറണം. ടീച്ചറുടെ മുഖത്ത് യാത്ര ഒഴിക്കോടാ. ഇല്ല സർ, ഞാൻ പറയുന്നത് ടീച്ചറെ കൈ കീറി മുറിക്കോടാ. ഇല്ല സർ, ചെയ്യില്ല. ഞങ്ങൾ നിന്നെ ഇടിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞു തന്നിട്ട് നാവിയാൻ പിഴർത്തോളി. മനസ്സിലാകണം. വാഹനങ്ങൾ തമ്മിൽ
നിങ്ങൾ എന്ത് ചെയ്തു? പറ, എന്ത് ചെയ്തെന്ന് പറ. ഇല്ല, ഒന്നും ചെയ്തില്ല. പിന്നെ ഈ പാടൊക്കെ? പറഞ്ഞു കൊടുക്കണ അച്ഛന്. അത് ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഓടിയപ്പോ വീണതാ. നിങ്ങൾ ഇവനെ എവിടെ കൊണ്ടുവരുന്നു? പറയണം. നിങ്ങളാരാ ചോദിക്കാൻ? ഞാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ. വക്കീലാണെങ്കിൽ കോടതി മതി. ഇവിടെ വന്നൊന്ന് കുറയ്ക്കരുത്. ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇൻസ്പെക്ടർ, വെറുതെ അല്ലേ വന്നത്? എന്റെ മോനെ ജാമ്യത്തിൽ ഇറക്കാനാണ്. അതിന് വക്കീലും കൊണാപ്പിയൊന്നും വേണ്ട. ഞാൻ വിട്ടേക്കാം, സ്വന്തം ജാമ്യത്തിൽ. പക്ഷേ കേസ് ചാർജ് ചെയ്യാൻ പേരും മേൽവാസം എഴുതിയെടുക്കണം. അവന്റെയും അവന്റെ തന്തയുടെയും. കേരളാവനകത്തേക്ക്. സാറിനോട് കോളം. ഞാനിവിടെ ഇല്ലെന്ന് പറ. തിരുവനന്തപുരത്ത് നിന്ന്. അറിയാം മിസ്റ്റർ. വലിയവന്റെ മക്കളെ പിടിച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കൂ. പറഞ്ഞേരി പെട്ടെന്ന്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ അവൻ എനിക്ക് റെസ്പെക്ട് തന്നില്ല. അത് ഞാൻ ക്ഷമിച്ചു. എന്നാൽ നിന്റെ കാര്യത്തിൽ അവൻ കാണിച്ച അമിതമായ താല്പര്യമാണ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഏതാന്റെ കാര്യമാണ്? ഇൻസ്പെക്ടർ ബൽറാം, നിന്റെ കൈ മുറിഞ്ഞതിൽ എന്നേക്കാൾ വേദന അവനാണ്. ആ പൂർവകാമുകയല്ലേ, സഹിക്കുന്നുണ്ടാവില്ല. എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത്? ആവശ്യമില്ലാത്ത വാശി അവനാണ്. ഈ കേസ് രാജിയാവാൻ അവൻ സമ്മതിച്ചില്ല. ഭാര്യയ്ക്ക് പരാതിയില്ലെന്ന് ഭർത്താവായ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ല. കേസ് ചാർജ് ചെയ്തു. ഇതെങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. നീ എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരണം. എന്ത് സ്റ്റേറ്റ്മെന്റ്? പരീക്ഷാ ഹാളിൽ എഴുതിക്കൊണ്ടിരുന്ന കുട്ടിയുടെ ഉത്തരക്കടലാസിൽ കൈവച്ചപ്പോൾ അതിനകത്തിരുന്ന ബ്ലേഡ് അബദ്ധത്തിൽ കയ്യിൽ തട്ടിയതാണ്. സത്യം അതല്ല. അവൻ എന്റെ കൈ കീറി മുറിച്ചതാണ്. ആയിരിക്കാം. എന്നാൽ കോടതിയിൽ പ്രതിഭാഗം വക്കീൽ എന്ന നിലയിൽ അന്യായക്കാരിയായ നിന്നെ വിസ്തരിക്കാൻ ഞാൻ തയ്യാറല്ല. പയ്യന്റെ അച്ഛൻ ചന്ദ്രഹാസൻ ആരാണെന്ന് നിനക്കറിയാമോ? രാഷ്ട്രീയക്കാരിൽ വെറും തറയല്ല അദ്ദേഹം. ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഇമ്മൻസ്ലി റിച്ച്. അങ്ങേരുടെ മകനോട് തെറ്റ് ചെയ്താൽ അത് നമുക്ക് അങ്ങ് ക്ഷമിക്കാവുന്നതേ. ഞാൻ ക്ഷമിക്കില്ല. ഈ കേസ് കോംപ്രമൈസ് ആക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. യു മസ്റ്റ്. ഇതെന്റെ പ്രസ്റ്റീജിയസ് ഇഷ്യൂ. നീ എഴുതി തരണം. പ്ലീസ്, എന്നെ കമ്പനി എഴുതി ചെയ്യട്ടാ. പ്ലീസ്. ഓക്കെ, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ബട്ട് യു നോ ഉഷ, ഇറ്റ് ഇസ് എ ഡ്യുവൽ ബിറ്റ്വീൻ മീ ആൻഡ് ദ ഇൻസ്പെക്ടർ ബൽറാം. നീ ആരുടെ ഭാഗത്താണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതി തന്നേ പറ്റൂ. ദി ചോയ്സ് ഇസ് ലെഫ്റ്റ് യു. അകത്തുണ്ട്, വിളിക്കാം. ആരാത്? ഇത് വേറെ കിട്ടിയ. മിസ്സസ് ജയന്ദ്രൻ ഇവിടെ? ഞാൻ ഇന്നലെ കൊടുത്ത കംപ്ലൈന്റ് കഴിയുമെങ്കിൽ വിഡ്രോ ചെയ്യാൻ. എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അഡ്വക്കേറ്റ് ജയന്ദ്രന്റെ വാദം കേട്ടപ്പോ അയാളുടെ ഭാര്യ പ്രതിഭാഗം ചേരുന്നു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഐ എം സോറി. ഒന്നും പറയണ്ട. ഞങ്ങൾക്കിതൊരു പുതിയ അനുഭവമൊന്നുമല്ല. വെട്ടും കൊലയും നടത്തിയപ്പോൾ തന്നെ അവസാനം ഒത്തുചേരും. ഇടയിൽ കഷ്ടപ്പെട്ട് കേസന്വേഷിച്ച പോലീസുകാരന്റെ വായിൽ പച്ചത്തെറിയ എന്റെ നാവിൽ വരുന്നേ. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ചെറിയ കാര്യത്തിന് ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. എന്റെ ഗതികേടുമുണ്ട്, അല്ലെങ്കിൽ കുറ്റബോധമുണ്ട്. അഡ്വക്കേറ്റ് ജയചന്ദ്രന്റെ ഭാര്യയ്ക്ക് ഗതികേടുണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. പിന്നെ കുറ്റബോധം ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ എന്നെ വഴിതെറ്റിച്ചതിലേ ഉള്ളൂ. പേഴ്സണൽ ലൈഫിൽ എന്നെ വഞ്ചിച്ചതിലില്ല. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. മറ്റൊരാണിന്റെ ഗർഭം ധരിച്ച് നിനക്കത് പറയാം? മിസ്റ്റർ ബൽറാം, ആ ആണിന്റെ ഭാര്യയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയായെങ്കിൽ അതെന്റെ കുറ്റവുമല്ല. ഓ, ക്രെഡിറ്റ് ആയിരിക്കും. കുറ്റം എന്റെ തന്നെയാ. വർഷങ്ങൾ അടുത്ത് പെരുമാറിയിട്ടും മണിക്കൂറുകളോളം തനിച്ചൊരുമിച്ചുണ്ടായിട്ടും നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. വിദ്യയായി എനിക്ക് നിന്നോട് ആരാധനയായിരുന്നു, ഡിവൈൻ ലവ്. പകരം ഒരു ഡെവിൾ മോളസ്റ്റ് ആവാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിലേ എനിക്ക് ദുഃഖമുള്ളൂ. എന്നെ പഴിചാരി നിങ്ങൾ ശുദ്ധനാവാൻ നോക്കുകയാണോ? ഹേയ്, എനിക്കെന്ത് ശുദ്ധത. ഞാൻ എന്നും കുടിക്കും, തോന്നുമ്പോഴൊക്കെ വ്യഭിചരിക്കും. എനിക്കറിയാം. ഇന്ന് എന്റെ ഭാഗം നിങ്ങൾ കേൾക്കണം. കൺഫെഷൻ ആണെങ്കിൽ വേണ്ട. വീടും കുടുംബവുമായി കഴിയുന്ന എനിക്ക് പഴയ കഥകൾ ഓർത്ത് കരയാൻ നേരമില്ല. അന്ന് എന്റെ അച്ഛനും നിങ്ങളും തമ്മിലുണ്ടായ വഴക്കിൽ ഞാൻ മാറി നിന്നത് ഒരു ഭാവവും ചേരാൻ പറ്റാത്തത് കൊണ്ട്. പിന്നീട് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത്. അതിൽ തോറ്റപ്പോൾ വീടുപേക്ഷിച്ചിറങ്ങി തിരിച്ചവിള ഞാൻ നിങ്ങളെ അന്വേഷിച്ച്. പലരും പലതും പറഞ്ഞു കേട്ടു. ഞാൻ വിശ്വസിച്ചില്ല. ഒടുവിൽ ഞാൻ കണ്ടത് എവിടെ വെച്ചാണെന്നറിയാലോ. ഒരു കൊലയാളിയാണ് നിങ്ങൾ
ഉണ്ടെന്നറിഞ്ഞിട്ടും എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞില്ല. എന്നാൽ അന്ന് ആ വ്യഭിചാരശാലയിൽ വെച്ച് നിങ്ങളെ ആ പെണ്ണിനോടൊപ്പം കണ്ടപ്പോൾ എന്റെ കുറ്റപ്പെടുത്തുന്നില്ല ആരെയും. ഇറ്റ്സ് മൈ ഫെയ്ത്ത്.